സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ആവേശത്തോടുകൂടി ചേരുകയും എന്നാൽ ഉടൻ തന്നെ ആ കോഴ്സ് വിട്ടുപോവുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? ഇംഗ്ലീഷാണോ പ്രശ്നം? ഇന്ത്യൻ ഭാഷകളെ പോലെയല്ലാത്ത ഇംഗ്ലീഷിൻ്റെ പദഘടനയാണോ പ്രശ്നം? അതിൻ്റെ ഗ്രാമറാണോ പ്രശ്നം? ഒന്ന് ശ്രദ്ധിച്ച് സമീപിച്ചാൽ ഇതൊന്നും പ്രശ്നമല്ല. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഭാഷയ്ക്ക് പ്രധാനം പദസമ്പത്താണോ അതോ ഗ്രാമറാണോ? നമ്മൾക്ക് ഒരു ഭാഷയിൽ ഒരുപാട് വാക്കുകൾ ആദ്യമേ തന്നെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഥവാ നല്ല വൊക്കാബുലറി ഉണ്ടാവുക, നല്ല പദസമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രാമർ ഒരു പക്ഷേ അതിന് പുറകെ മാത്രമേ വരികയുള്ളൂ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് ഗ്രാമറിൽ പൂർണ്ണമായി പറയാൻ എനിക്ക് കഴിയില്ലെങ്കിലും വെള്ളത്തിൻ്റെ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഇംഗ്ലീഷുകാരന് എൻ്റെ ആവശ്യം മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഭാഷയിൽ ഒരുപാട് പദസമ്പത്ത് സൃഷ്ടിക്കൂ. അതിനുള്ള മാർഗങ്ങൾ എന്താണ്? ഇതാണ് പലപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന പ്രശ്നം. ഒരു മാതൃഭാഷ, നമ്മളൊക്കെ മലയാളികളാണ്. മലയാളികളായ നാം മലയാളത്തിൻ്റെ വ്യാകരണം പഠിച്ചിട്ടാണോ മലയാളികളായത്? അല്ലല്ലോ. ഇപ്പോഴും മലയാളത്തിലെ ആൽഫബറ്റുകൾ എത്ര, അല്ലെങ്കിൽ സ്വരങ്ങളേത്, വ്യഞ്ജനങ്ങളേത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ കർത്താവ് ഏത്, കർമ്മമേത്, ക്രിയ ഏത്, കർത്തരി പ്രയോഗം ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴും പലർക്കും അറിയില്ല. പക്ഷെ നമ്മളൊക്കെ മലയാളികളാണ്. പക്ഷേ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ പിറന്ന് വീണ ഉടനെ വർഷങ്ങളായി നമ്മുടെ അടുത്ത ആളുകളിൽ നിന്ന് വാക്കുകൾ കേട്ട് അതിൻ്റെ ഹൃദിസ്ഥമാക്കിയാണ് നമ്മളൊക്കെ മാതൃഭാഷ പഠിച്ചത്. ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ പോകുമ്പോൾ പക്ഷേ ഇതല്ല നമ്മളെ കുഴപ്പിക്കുന്ന പ്രശ്നം, അതിലെ പദഘടനയാണ്.